ഇന്നലെ വൈകുന്നേരം നട്ടത് കുറച്ച് മെലൺസിന്റെ തൈകളാണ് കേട്ടോ. ആദ്യമായി നട്ടത് മസ്ക് മെലന്റെ ഒരു വെറൈറ്റിയാണ്. മസ്ക് മെലന്റെ തന്നെ 3 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അത് 3 തന്നെ നട്ടിട്ടുണ്ട് ഇന്നലെ. ഇതൊരു നല്ല വെറൈറ്റി മസ്ക് മെലൺ ആണ്. കഴിഞ്ഞ വർഷം ഞാനിത് വളർത്തിയപ്പോൾ 1.5 കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള കായ്കളാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. തക്കാളി വളർത്തിയിരിക്കുന്ന അതേ ഗ്രോ ബാഗിൽ തന്നെയാണ് കേട്ടോ ഈ മെലൺസ് ഞാൻ നട്ടു കൊടുക്കുന്നത്. വേറെ സ്പേസ് ഇല്ലാഞ്ഞിട്ടാണ്. തക്കാളിയുടെ സീസൺ ഏകദേശം കഴിയാറായി. ഇപ്പോൾ ഉണ്ടായ കായകൾ പഴുത്ത് കഴിയുമ്പോൾ ആ ചെടികൾ വെട്ടിക്കളഞ്ഞ് മെലൺസ് മാത്രമായിട്ട് ക്രീപ്പർ നെറ്റിൽ പടർത്തും. ഇപ്പൊ നട്ടത് ഗ്രീനിഷ് സ്ട്രൈപ്സ് ഉള്ള മസ്ക് മെലൺ ആണ്. ഇത് വേറൊരു ടൈപ്പ് മസ്ക് മെലൺ ആണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം അതിന് മുൻപത്തെ വർഷമൊക്കെ വളർത്തിയതാണ് കേട്ടോ. ഞാൻ കടയിൽ നിന്ന് മസ്ക് മെലൺ വാങ്ങിക്കാറേയില്ല കേട്ടോ. വീട്ടിൽ വളർത്തുന്ന മസ്ക് മെലൺ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. വീട്ടിൽ വളർത്തുന്ന മസ്ക് മെലൺ കഴിച്ചാൽ മാത്രമേ മസ്ക് മെലന്റെ ഒറിജിനൽ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. പുറത്തുനിന്നുള്ളതിന്റെ ടേസ്റ്റ് പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നട്ടത് കജാരി മെലൺ ആണ്. കജാരി മെലൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മെലൺ ആണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇത് വളർത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് കേട്ടോ വളർത്തിയത്. അപ്പൊ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നു ഇനി വരുന്ന എല്ലാ വർഷങ്ങളിലും ഇത് കൃഷി ചെയ്യണമെന്ന്. കജാരി മെലന്റെ ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. പിന്നെ നട്ടത് സ്നാപ്പ് മെലൺ അഥവാ പൊട്ടുവെള്ളരിയാണ്. പൊട്ടുവെള്ളരി കഴിഞ്ഞ വർഷം ഞാൻ നട്ടു നോക്കിയിരുന്നു. ഒരു കായ പിടിച്ചു വന്നപ്പോഴേക്കും ചെടി ചീഞ്ഞു പോയി. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും ചെടി നന്നായി വളർന്ന് കായകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ നട്ടത് യെല്ലോ കാനറി മെലൺ ആണ് കേട്ടോ. കാനറി മെലൺ ഞാൻ കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവും ഒക്കെ വളർത്തിയതാണ്. അതിന്റെ ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. വിത്ത് മുളപ്പിച്ചതിൽ ഇപ്പൊ നടാത്തത് ഹണിഡ്യൂ മെലന്റെ തൈകൾ മാത്രമാണ്. അത് വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ.